ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുജ എഴുതിയിരിക്കുന്നതിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുജ. കണ്ണൂരാണ് എൻ്റെ സ്വദേശം. വീട്ടിലെ 3 മക്കളിൽ ഏറ്റവും മൂത്തവൾ. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ തൃശ്ശൂരാണ് താമസം. ഞാൻ അതീവ സുന്ദരിയാണെന്ന് ചെറുപ്പകാലം മുതലേ എല്ലാവരും പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞ് തൃശ്ശൂരെത്തിയിട്ട് 1 വർഷമായി. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. വീട്ടിൽ എല്ലാ സ്നേഹലാളനകളോടും കൂടിയാണ് ഞാൻ വളർന്നത്. കല്യാണം കഴിയുമ്പോഴും അതേ രീതിയിൽ തന്നെയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നും ആദ്യമുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മഹാബോറടിയായി തുടങ്ങി. അത് ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ, എങ്കിൽ നീ എവിടെയെങ്കിലും ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു. അത് വലിയൊരു മഹാസംഭവം പോലെ ഞാൻ കരുതി. കാരണം എനിക്കൊരു റിലാക്സേഷൻ കിട്ടുമല്ലോ. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ എനിക്ക് ജോലിയായി. ഭർത്താവ് ജോലിക്ക് പോയ ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങുക. ഞങ്ങൾ രണ്ടുപേരും വൈകിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ വീട്ടിലെത്തുകയും ചെയ്യും. ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റ് കോംപ്ലക്സ് ആണ്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം ലിഫ്റ്റിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാനും അയാളും ചങ്ങാത്തത്തിലായി. പിന്നെ അയാൾ എൻ്റെ സൗന്ദര്യം വർണ്ണിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ അത് ആദ്യമൊന്നും ആസ്വദിച്ചില്ല, പിന്നെ ആസ്വദിച്ചു. അയാൾ എൻ്റെ അങ്കലാവണ്ണത്തെ പച്ചയായി വർണ്ണിക്കുന്നത് കേൾക്കാൻ നല്ല രസമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആസ്വാദനം കൂടിക്കൂടി വന്നു. മിക്കവാറും ഞാൻ ലിഫ്റ്റിൽ കയറുമ്പോൾ അയാളുണ്ടാകും. ചിലപ്പോൾ അയാളുടെ കാറിൽ ഓഫീസിൽ വരെ എനിക്ക് ലിഫ്റ്റും തരും. അങ്ങനെ ഒരു ദിവസം കാറിൽ അയാളോടൊപ്പം പോകവേ വഴിയിൽ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ കയറിയിട്ട് പോകാം, എനിക്ക് അവിടെ നിന്നൊരു സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ലേറ്റായാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാനും വരാം. ചെറിയ വഴി ഇങ്ങനെ മാറി ഒരു വീടിൻ്റെ മുന്നിൽ കാർ നിർത്തി. എന്നോട് പറഞ്ഞു, കാറിലിരിക്കുന്നു അതോ എൻ്റെ കൂടെ വരുന്നോ? വന്നോളൂ, അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒത്തിരി പ്രായമായ ആളാ എന്ന് പറഞ്ഞു. ആ വീട്ടിൽ കയറിയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഒരു സുമുഖനായ മധ്യവയസ്കനാണ് വന്ന് സംസാരിച്ചത്. അയാൾ എന്നെ അടിമുടി കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല സൗന്ദര്യമുണ്ടെന്നും വളരെ അറിയപ്പെടുന്ന ഒരു സീരിയൽ നടിയുടെ ലുക്കുണ്ടെന്നും പറഞ്ഞു. ഞാനാണെങ്കിൽ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണല്ലോ. അയാൾ എന്നെ അടിമുടി നോക്കുന്നത് കണ്ടിട്ട് എൻ്റെ ലാവണ്യം അയാൾ ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ തിരിച്ചിറങ്ങിയ നേരത്ത് എൻ്റെ കൂടെ വന്ന ലിഫ്റ്റിലെ സുഹൃത്തില്ലേ, അയാളെ കെട്ടിപ്പിടിക്കുന്ന പോലെ എന്നെയും കെട്ടിപ്പിടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് പിന്മാറി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും മാനേജ് ചെയ്ത് ഞാൻ തിരിച്ച് അയാളുടെ കൂടെ കാറിൽ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോന്നു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിഫ്റ്റിൽ കാണുന്ന ഫ്രണ്ടിൻ്റെ കാറിൽ എനിക്ക് പിന്നെയും അയാൾ ലിഫ്റ്റ് തന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അയാൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയില്ലേ ആ വീട്ടിൽ എനിക്കൊന്ന് കയറണമെന്ന്. ഞാൻ പറഞ്ഞു, ശരി, എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി, ഞാൻ ബസ്സിൽ അങ്ങ് പോയിക്കോളാമെന്ന്. മറ്റേ മധ്യവയസ്കൻ എന്നെ കെട്ടിപ്പിടിച്ചുവെന്നും എനിക്കിഷ്ടപ്പെട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്, തനിയാണിപ്പോൾ, വലിയൊരു കോടീശ്വരനാണ്, പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമ്മളോടൊക്കെ ഒരു സ്നേഹമുണ്ട്. അദ്ദേഹം ശരിക്കും പ്രശസ്തനായ ഒരാളാണ്. നിനക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം, വരൂ, അദ്ദേഹത്തിന് സൗഹൃദം കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ ചെന്നത്. അവിടെ പതിവ് പോലെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞ് ഓരോ വിഷയം എടുത്തിട്ട് സംസാരം തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഞാനെന്നാൽ ഈ ഫയൽ കൊണ്ട് ഒരിടത്ത് കൊടുത്തിട്ട് ഇപ്പോൾ വരാം, ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളെന്ന് പറഞ്ഞ് അയാൾ എൻ്റെ മറുപടിക്ക് വേണ്ടി കാക്കാതെ പെട്ടെന്ന് അങ്ങിറക്കിപ്പോയി. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ വല്ലാതായിപ്പോയി. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ മുന്നിലിരുന്ന ആള് എന്നോട് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. എന്നെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച് ഒക്കെ അയാൾ വർണ്ണിക്കുകയാണ്, ഒരു സാഹിത്യകാരനെ പോലെ. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ എന്നെ കാണിച്ചു. പുള്ളി എഴുത്തുകാരനും ബിസിനസ്മാനും കവിയും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. ചുമ്മാതല്ല അയാൾ എന്നെ വർണ്ണിക്കുന്നത്. ഞാനത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ തോളിൽ കൂടെ കയറ്റിട്ട്, നിൻ്റെ അങ്കലാവണ്യം എന്നെ മത്തുപിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പോപ്പോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി. ഞാൻ വേണ്ട, നിങ്ങൾ മാറിപ്പോകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾ എന്നെ ഡീറ്റെയിൽഡായിട്ട് വർണ്ണിച്ചു. നിൻ്റെ ചുവന്ന ചുണ്ടുകൾ കണ്ടാൽ ഏതൊരാണും വീണു പോകും, നിൻ്റെ മുടി കണ്ടാൽ ഏത് പെണ്ണും മോഹിച്ചു പോകും, പെണ്ണുങ്ങൾ പോലും മോഹിക്കുന്ന സൗന്ദര്യമുള്ളവളാണ് നീ. പിന്നാണോ ആണ്, നീ ഒരു ഗന്ധർവ ലോകത്തുനിന്ന് വന്ന സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ തമ്പുരു കമ്പികൾ മീട്ടാൻ തുടങ്ങി.
എനിക്കാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയുമാണ്. അയാൾ എൻ്റെ കാതോരം പറഞ്ഞു, നിന്നെപ്പോലൊരു സുന്ദരി എൻ്റെ അടുത്ത് ചേർന്നിരുന്നു കഴിഞ്ഞാൽ അത് സ്വർണവും വൈഡൂര്യവും വിളക്കി ചേർക്കുന്ന പോലെ ആയിരിക്കാം. എനിക്ക് നിന്നെ അത്രയ്ക്കും ഇഷ്ടമാണ്. നീ ചോദിക്കുന്നതെന്തും ഞാൻ തരും. പണമോ സ്വർണമോ എന്തായാലും നിനക്ക് ഞാൻ വാരിക്കോരി തരും. വരൂ മോളെ എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നെ നിർബന്ധിച്ചു. അയാളുടെ മാധുര്യമൂറുന്ന വാക്കുകളിൽ ഞാൻ തെല്ലൊന്ന് ഇടറിപ്പോയി. അയാൾ എന്നെ ചുറ്റിപ്പിടിച്ച് കിടപ്പറയിലേക്ക് നയിക്കുമ്പോൾ അറിയാതെ ഒരു സ്വപ്നാടകയെ പോലെ ഞാനും കൂടെ പോയി. അവിടെ വെച്ച് അനാവൃതമായി എനിക്കറിയില്ല, അദ്ദേഹത്തെ സ്നേഹിക്കാനോ ആദരിക്കാനോ ആരാധിക്കാനോ ഒക്കെ തുടങ്ങിയതുപോലെ എനിക്ക് തോന്നി. അദ്ദേഹം ഒരു ഗന്ധർവനാണ്. വീണമീട്ടി പാടുമ്പോൾ എനിക്ക് സുരലോക ജലധാര ഒഴുകി ഒഴുകി എന്ന അവസ്ഥയിലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെ അദ്ദേഹത്തിൻ്റെ വശത്തേക്കാക്കിയെടുക്കാൻ നിമിഷങ്ങൾ മാത്രമേ ആയുള്ളൂ. എൻ്റെ ഭർത്താവിനെ പോലെയല്ല. അയാൾക്ക് പ്രായമുണ്ടെങ്കിലും പ്രൗഢിയും ഗാംഭീര്യവും മാത്രമല്ലുള്ളത്. ട്രിക്കറിയാം, ട്രിക്ക്. പല പല ട്രിക്കുകളിൽ കൂടി അദ്ദേഹം എന്നെ സ്വപ്നലോകത്ത് ഇട്ട് വട്ടം ചുറ്റിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായത് പ്രപഞ്ചത്തിൻ്റെ നഗ്ന സത്യങ്ങൾ. അതിൽ ഞാൻ അലിഞ്ഞു ചേർന്നു. 1.5 മണിക്കൂർ കടന്നു പോയതറിഞ്ഞില്ല. ഞാൻ ഓർത്തു, എൻ്റെ സുഹൃത്തും അങ്ങേർ എന്നെ മനഃപൂർവ്വം ഇട്ടിട്ട് പോയതല്ലേ, എല്ലാത്തിനും കളമൊരുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്കത് ഭാഗ്യമായി നല്ലൊരു മനഃപ്പൊരുത്തമുള്ള ആളെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി സംസാരിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു മാല കഴുത്തിലുണ്ടായിരുന്നു. അസൽ സ്വർണ്ണമാല. അതൂരി എൻ്റെ കഴുത്തിലിട്ട് തന്നു. ഞാൻ ഞെട്ടി. എന്താണിതെന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എല്ലാം നിനക്കാണ്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാറിൽ കയറി തിരിച്ചു പോന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അവിടെ നടന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുള്ളിയെ നീ സന്തോഷിപ്പിച്ച് കൂടെ നിൽക്കണം. നല്ല വിശ്വസ്തനായ ഒരു ഫ്രണ്ടാണ്. ഒരു പ്രശ്നവുമില്ല. കാണുന്നത് പോലെയല്ല, ഒരു കോടീശ്വരനാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എന്തും പ്രദാനം ചെയ്യും. ഒട്ടിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് തന്നെ നല്ല ഗുണമാകും. ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം സന്തോഷിച്ചാൽ ദൈവത്തെപ്പോലെയാണ്, എന്തും തരുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ 2-3 വട്ടമായി എനിക്ക് ധാരാളം പണവും സ്വർണവും അദ്ദേഹം ഓരോ വട്ടം തരാൻ തുടങ്ങി. ഒരു ദിവസം ഇതേപോലെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലിഫ്റ്റിലേക്ക് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, നിനക്ക് ഇനിയും താല്പര്യമുണ്ടോ? ഇതുപോലെയുള്ള ഇഷ്ടംപോലെ VIPs എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവരുമായിട്ടൊക്കെ നീ ഒന്ന് കൂട്ടുകൂടണം. നിനക്കതുകൊണ്ട് ഗുണമേ വരൂ. ജോലിക്ക് പോയാൽ 1 മാസം കിട്ടുന്ന ശമ്പളം 1 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. എന്ന് വെച്ച് ജോലിക്ക് പോകരുതെന്ന് ഞാൻ പറയില്ല. ജോലിയായിരിക്കണം നമ്മുടെ എല്ലാത്തിൻ്റെയും മറവ്. എന്തായാലും ഞാൻ മറ്റു പലരെയും ഒന്ന് നോക്കിക്കോട്ടെ, നിനക്ക് വേണ്ടി നീ റെഡിയല്ലേ എന്ന് ചോദിച്ചു. എല്ലാം അയാൾക്കറിയാവുന്നതാണല്ലോ. അയാളാണ് എന്നെ ഈ ഫീൽഡിലേക്കും ട്രാപ്പിലേക്കും മാറ്റിയത്. അപ്പോൾ എന്ത് പറയാനാണ്? ഞാനൊന്നും മിണ്ടിയില്ല. സൗകര്യപൂർവ്വം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇയാൾ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണല്ലോ താമസിക്കുന്നത്. ആദ്യമൊന്നും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് അയാൾ മിണ്ടുകയില്ലായിരുന്നു. പിന്നീട് ഓരോന്ന് പറഞ്ഞ് ഞാനുമായിട്ടുള്ള ബന്ധമല്ലാതെ എൻ്റെ ഭർത്താവുമായി വന്ന് അയാൾ ഒരു സൗഹൃദം സ്ഥാപിച്ചു. ഭർത്താവും അയാളും കൂടെ ബാറിലൊക്കെ പോകും. എൻ്റെ ഭർത്താവിന് ഇതൊന്നും അറിയില്ല. പക്ഷേ അയാൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റിലേക്ക് വന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ പലപ്പോഴും സാന്ദ്രമായി. അങ്ങനെ ഓരോ ദിവസവും ഭർത്താവില്ലാത്തപ്പോൾ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയും, ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, നീ റെഡിയല്ലേ? പുതിയൊരാളാണ്, ഇത്ര രൂപ കിട്ടും, ഇത്രയാണ്, അല്ലെങ്കിൽ സ്വർണം തരും, നിനക്ക് എന്താണ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ പ്രലോഭിപ്പിക്കും. ആ ഓഫറൊക്കെ കേൾക്കുമ്പോൾ ഞാനാണെങ്കിൽ ഇറങ്ങി അങ്ങ് പോകും. സുന്ദരിയായതുകൊണ്ട് ചെന്നാൽ 10 പറഞ്ഞെടുത്ത് 20 കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഈ സുഹൃത്ത് ഇത്തരം തൊഴിലേർപ്പെട്ടിരുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്കും ചെറിയൊരു തൊഴിലുണ്ട്, അതെല്ലാം മറവ് മാത്രമാണ്. അതിന് പിന്നിൽ എന്നെപ്പോലുള്ള സുന്ദരികളെ എല്ലാം ഇങ്ങനെയൊരു ഫീൽഡിലേക്ക് ഇറങ്ങി അതിൻ്റെ ഓഹരി പറ്റുന്ന ഒരാളാണ് അയാളെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിൽ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിലത് കാണുമ്പോൾ ഞാനും മോഹിച്ചല്ലേ അയാളുടെ പിൻപറ്റി ഞാനും ഇറങ്ങിയത്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പരസ്പരം എല്ലാ രഹസ്യങ്ങളും
രഹസ്യങ്ങളും അറിയാവുന്ന ആളുകളാണ്. പിന്നെ ഭർത്താവിൻ്റെ കൂട്ടുകാരനായിട്ട് അയാൾ ആക്ട് ചെയ്യുന്നതുമുണ്ട്. കുളമാകാതിരിക്കാൻ എല്ലാം അനുസരിച്ചല്ലേ പറ്റൂ. ഗുണമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ രീതിയായിരുന്നു ഞങ്ങളുടേത്. ആഴ്ചയിൽ 1-2 ദിവസം അയാൾ ക്ലയൻറ്റ് എനിക്ക് വേണ്ടി തയ്യാറാക്കും. അതേതെങ്കിലും ഹോട്ടലിലോ മുറികളിലോ വീടുകളിലോ ആയിരിക്കും. പിന്നീട് ഈ വ്യക്തികൾ നേരിട്ട് എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പോകും. ആ സമയത്ത് ഞാൻ ഓഫീസിൽ നിന്ന് ഓഫ് എടുക്കും, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആദ്യം മാത്രമേ ഉള്ളൂ പുള്ളി കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നേരിട്ടുള്ള പല ഡീലിങ്സുകളും എനിക്കുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ആരാധകരുടെ ശല്യം നിമിത്തം ഇരിക്കാൻ വയ്യ. എപ്പോഴും വാട്സാപ്പിൽ പല മെസ്സേജുകളും അവരുടെ ചാറ്റുകളും ഒക്കെ വരും. ഒരു ദിവസം എൻ്റെ ഭർത്താവ് കണ്ടുപിടിച്ചു. ഞാൻ പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഒരു ദിവസം പുള്ളി അത്തരം ചാറ്റുകൾ കൈയോടെ പിടികൂടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി അടിയും പിടിയുമായി. രണ്ടുപേരും രണ്ടറ്റത്ത് കിടന്നുറങ്ങി. മിണ്ടിയില്ല 2 ആഴ്ച. പിന്നെ ഞാൻ ഓർത്തു, ഇങ്ങനെ പോകുന്നില്ല, അർത്ഥമില്ല. ഭർത്താവിനോട് യഥാർത്ഥമങ്ങ് പറയുക, പോന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ആരാണിത് കണക്ട് ചെയ്ത് തരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരാളാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ എനിക്ക് കിട്ടിയ ഉപകാരങ്ങളും പണവുമൊക്കെ ഞാൻ കണക്ക് പറഞ്ഞ് ഭർത്താവിനെ കാണിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ആകെ അങ്ങ് മഞ്ഞളിച്ചു പോയി. ഞാനാണെങ്കിൽ എനിക്ക് കിട്ടിയ 2-3 സ്വർണ്ണമാലകളിൽ ഏറ്റവും തൂക്കമുള്ളത് അദ്ദേഹത്തിന് സമ്മാനിച്ചു. അത് കണ്ട് ഭർത്താവ് സന്തോഷഭരിതനായി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണമാണ് ആവശ്യം. നീ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ശരിക്കും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ കുടമുടികൾ വേണമെങ്കിലും കീഴടക്കാം. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കുട്ടികളുണ്ടാകുമ്പോൾ അത് നമ്മളുടേത് മാത്രമാകണം. ആ സമയത്ത് നമ്മൾ മാത്രമേ അവിടെ ഉണ്ടാകാവൂ. അല്ലാത്ത അവസരങ്ങളിൽ നിന്റെ സമയം പോലെ ആരും അറിയാതെ നീ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകണം എന്ന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. ഹസ്ബൻഡും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. എന്നാലും ആണുങ്ങളുടെ മനസ്സാണ് എപ്പോഴാണ് മാറുകയെന്നറിയില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ എല്ലാറ്റിലും ചാടി ഇറങ്ങുന്ന രീതിയിലൊന്നും പെരുമാറണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതിനടുത്ത ദിവസവും ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് യാതൊരു വിരോധവുമില്ല. നീ പൂർവാധിക ശക്തിയായി ഇറങ്ങിപ്പോകണം. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി സമ്പാദിക്കണം. അത് കഴിഞ്ഞ് മതി കുട്ടികളൊക്കെ. കുട്ടികൾ വേണമെങ്കിൽ 2-3 വർഷത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഒരു പ്രശ്നവുമില്ല. ഫുൾ സപ്പോർട്ടാണ്. നീ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കണക്ട് ചെയ്തിരുന്ന ആളില്ലേ, അയാളെ വിളിച്ച് നീ ഇറങ്ങോ മോളെ, കൊടുങ്കാറ്റ് പോലെ നീ ചുറ്റിയടിക്കൂ എന്ന് പറഞ്ഞു. 2-ാമതും 3-ാമതും 4-ാമതുമൊക്കെ ഭർത്താവ് ഭയങ്കര ഇൻട്രസ്റ്റിൽ പറഞ്ഞു. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. മോൾ ഇറങ്ങണം മോളെ, ഞാൻ സപ്പോർട്ടാണ് 100 വട്ടം എന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ ഉത്സാഹപ്പെടുത്തിയപ്പോൾ എനിക്കും തോന്നി, കൊള്ളാം, എല്ലാം എൻ്റെ വശത്തേക്കാണ്. അപ്പോൾ പിന്നെ ഓഫറുകളെല്ലാം സ്വീകരിക്കാം. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നേരത്തെ ഞാൻ പകൽ മാത്രമായിരുന്നു ഓഫീസിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഓഫീസിലധികം ലീവ് എടുക്കാതെ രാത്രിയിലും എനിക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. ആ സമയത്ത് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. ചിലപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്ന സമയത്തായിരിക്കും ഒരു കോൾ വരിക. അപ്പോൾ എനിക്ക് പോകേണ്ടി വരും. ആ സമയത്ത് കിടന്ന് വഴക്കുണ്ടാക്കരുതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നീ ഏത് സമയത്ത് റെഡിയായിരുന്നു. പിന്നെ ജോലിക്ക് പോകാതിരിക്കരുത്. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖം രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നിനക്കും എനിക്കും ജോലിയുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ സമ്പാദിച്ചു എന്നുള്ള രീതിയിൽ മാത്രമേ ആളുകൾ നോക്കിക്കാണാവൂ. എല്ലാം രഹസ്യമായിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത് തലയാട്ടി സമ്മതിച്ചു. പിന്നീട് ചിലപ്പോൾ അർദ്ധരാത്രി, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എന്നിങ്ങനെ പലപ്പോഴും VIP കസ്റ്റമേഴ്സ് ആയിരിക്കും. അവരുടെ ഓഫർ വരുമ്പോൾ ഞാൻ പോകും. ഭർത്താവ് എന്നെ ആദ്യമൊക്കെ കൊണ്ടുവിടുമായിരുന്നു. അല്ലെങ്കിൽ അവർ വിടുന്ന ക്യാബിൽ ഞാൻ കയറി പോകുമായിരുന്നു. പിന്നീട് ഹസ്ബൻഡ് എനിക്കൊരു സ്കൂട്ടി വാങ്ങിച്ചു തന്നു. ഞങ്ങൾ ഏൺ ചെയ്ത പണത്തിൽ നിന്നും. അങ്ങനെ കഴിഞ്ഞപ്പോൾ രാത്രിയിലൊക്കെ ഞാൻ തനിയെ സ്കൂട്ടി കൊണ്ട് പോകാൻ തുടങ്ങി. ചിലപ്പോൾ ഞാനും ഭർത്താവും കൂടി ഒന്നിച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കോൾ വരും. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് 1.5 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് പറയും, പോയിട്ട് വാ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ, നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തണ്ട. ഞാൻ ചിലപ്പോൾ പോയിട്ട് 1.5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. എന്നാലും ഭർത്താവിന് യാതൊരു പരാതിയുമില്ല. വന്ന ഉടനെ ക്ഷീണമാണെങ്കിൽ നീ കിടന്നു, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ
കാപ്പി ഇട്ട് തരാം എന്നൊക്കെ പറയും. എല്ലാം അദ്ദേഹം ചെയ്യും. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കി എനിക്ക് വേണ്ടി വയ്ക്കും. അതുകൊണ്ട് ജീവിതം വളരെ ബിസിയായിരുന്നു. ഏത് സമയത്തും ഞാൻ അവൈലബിൾ ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് എല്ലാം കണക്ട് ചെയ്തിരുന്ന അങ്ങനെ പറയും, ശരിക്കും നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കാത്തു നിൽക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാര്യം എല്ലാ സമയത്തും നീ അവൈലബിൾ ആണല്ലോ എന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിക്കും. എനിക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ, പണം ഒക്കെ കുമിഞ്ഞുകൂടി. സത്യം പറഞ്ഞാൽ ആവശ്യത്തിലധികം പണവും സമ്മാനങ്ങളും സ്വർണവും ഒക്കെ ഇപ്പോൾ എനിക്കുണ്ട്. കാര്യം വിശ്രമമില്ലാത്തൊരു ജീവിതമാണ്. ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റിവെക്കാൻ എനിക്കില്ല. പുള്ളിക്കതിൽ പരിഭവമില്ല. അതൊക്കെ എപ്പോഴെങ്കിലും ആകാം. ആവുന്ന സമയത്ത് നിന്റെ സൗന്ദര്യം കൊണ്ട് 10 തൈ നടുമോളെ എന്ന് പറയും. മാഡം, ഇപ്പോൾ കുറേ നാളുകളായി വിശ്രമമില്ലാത്ത ഒരോട്ടമാണ്. എണ്ണയിട്ട് യന്ത്രം പോലെയാണ് എൻ്റെ ജീവിതം. ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ദ്രുതചലനം, അണയാത്ത ചലനങ്ങളുമായി എൻ്റെ ജീവിതം ശരിക്കും വട്ടം കറങ്ങി കറങ്ങി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതെനിക്കൊരു ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത്രയൊക്കെ പോരെ, ഇത്രയും സമ്പാദിച്ചില്ലേ, ഇനി നമുക്ക് ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കരുതോന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പോൾ ഒന്നും നിർത്തരുത്, ദ്രുതതാളമാണ്, ദ്രുതചലനം ഇപ്പോഴും വേണം. കാര്യം നീ ചെറുപ്പമാണ്, സുന്ദരിയാണ്. ഇപ്പോൾ നിർത്തിയാൽ മണ്ടത്തരമാകും. നമുക്കൊരു 3-4 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യാം. തൽക്കാലം നീ ഈ വട്ടത്തിനുള്ളിൽ നന്നായി അഭിരമിക്കൂ മോളെ. നിർത്തിക്കഴിഞ്ഞാൽ പല നഷ്ടങ്ങളും ഉണ്ടാകും കുട്ടി എന്ന് അദ്ദേഹം വാത്സല്യത്തോടു കൂടി പറയുകയാണ്. അന്നു മുതൽ ഇന്ന് വരെ വിശ്രമം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വ്യത്യസ്തതകളുടെ കേളി ഭൂമിയിൽ കൂടി ഞാൻ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും ഓരോ VIP-കൾ, മനുഷ്യർ കണ്ടാൽ കൊതിക്കുന്ന അല്ലെങ്കിൽ പലരും മോഹിക്കുന്ന പല വ്യക്തികളും എൻ്റെ അടുത്ത് വരുന്നു. എന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നു. അവരുടെയൊക്കെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഞാൻ അറിയുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പല ഭീകരന്മാരും പൂച്ചക്കുട്ടികളാണെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പല പെണ്ണുങ്ങളും മോഹിക്കുന്ന ആളുകൾ ശരിക്കും എലികളാണ്. പിന്നെ നമ്മൾ എലികളെന്ന് വിചാരിക്കുന്ന പലരും പുലികളുമാണ്. പിന്നെ ചില പ്രശസ്തരായ ആളുകളുടെ ഭർത്താക്കന്മാരെ കാണുമ്പോൾ അയ്യോ അവളുമാളുടെ ഭർത്താക്കന്മാർ എന്ത് നല്ല ആൾക്കാരാണ്, അവൾക്കത് കിട്ടിയല്ലോ എന്നോർക്കും. പക്ഷേ അടുത്ത് ചെല്ലുമ്പോഴാണ് മുഖസൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന സെലിബ്രിറ്റികൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കേമന്മാരുമാകും. ഞെട്ടിപ്പിച്ചവരുണ്ട്. അതേപോലെ തന്നെ വീണ്ടും കാണാൻ മോഹിച്ചവരുണ്ട്. പിന്നെ ചിലപ്പോൾ അപ്രതീക്ഷിതമായി 5-6 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എനിക്ക് ഇട്ടുതന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒത്തിരി ആളുകളുണ്ട് മാഡം. ശരിക്കും സൗന്ദര്യം അതിന് ചിലപ്പോൾ ലോകത്തിൽ എല്ലാറ്റിനേക്കാളും വിലയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ മടുത്തൊരവസ്ഥയിലാണ്. ഇതിൽ നിന്ന് പിന്മാറി നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് എനിക്കുണ്ട്. കുട്ടി ഉണ്ടാകണമെന്നുണ്ട്. പക്ഷേ ഞാൻ പലവിധ കാര്യങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ്. പലരും എന്നെ കാണണമെന്ന് വേവലാതിയോടുകൂടി വിളിക്കുകയാണ്. പലരുടെയും ഒരു മോഹിനിയാണ് ഞാൻ. ആ വാഗ്ദാനങ്ങളൊന്നും എനിക്ക് നിരസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഓടിപ്പോകും. ഇഷ്ടമില്ലെങ്കിൽ കൂടി ഞാനിടയ്ക്ക് നിർത്താമെന്ന് വാശി പിടിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും വേറൊരാളെ കണ്ടിരുന്നു, ഇതേപോലെയൊക്കെയുള്ള കണക്ട് ചെയ്യുന്ന ആൾ. അപ്പോൾ അയാളുമായിട്ട് ഭർത്താവ് പരിചയം ഉണ്ടാക്കിയിട്ട് ഇനി അയാൾ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, ആഴ്ചയിലൊരിക്കലോ മാസത്തിൽ 3-4 മതി, നല്ല ആളുകൾ എന്ന് ഭർത്താവ് പറഞ്ഞ് ഫിക്സ് ചെയ്തു. പക്ഷേ ഞാനും വിചാരിച്ചു കുറയുമായിരിക്കും എൻ്റെ അവസരങ്ങളെന്ന്. അങ്ങനെയല്ല, അദ്ദേഹം എനിക്ക് ധാരാളം അവസരങ്ങൾ കൊണ്ടുവന്നു. ഭർത്താവിനും ഞാനൊരു ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ്. ഇന്നില്ലേ പോകൂ എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടുകയാണ്. ശരിക്കും ഇപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ പിന്നെ മതിയെന്നാണ് ഭർത്താവ് പറഞ്ഞത്. മാഡം, എനിക്കിപ്പോൾ ഇതൊക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വലിയൊരു ചുഴിയിൽപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടി മറ്റു പലരും എല്ലാവരും കൂടി എന്നെ ഒരു വലയിലാക്കി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീ ഈ ഒരു വട്ടത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളെ ആരും വേണ്ടെന്ന് വെക്കില്ല. എല്ലാ കാലത്തും അവൾ ആ വട്ടത്തിൽ ചുറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനൊരവസ്ഥയിലാണ് ഞാൻ. കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയാണ് കാര്യം. ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതൊരു പ്രൊഫഷൻ
പ്രൊഫഷനായി സ്വീകരിക്കുമ്പോഴേക്കും ആ കോണ്ടാക്റ്റ് മറ്റു കാര്യങ്ങളുമൊക്കെ ഒത്തിരി അടുത്ത് പോകും. പലർക്കും നമ്മുടെ രഹസ്യങ്ങൾ അറിയാം. നമ്മളുടെ പല കാര്യങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ കയ്യിലയക്കാം. വലിയ പണക്കാരെ VIP അല്ലെങ്കിൽ സ്വാധീനമുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ആവും സൗഹൃദമെങ്കിൽ അവർ വിളിക്കുമ്പോൾ അത് നിരസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിരസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭീഷണികൾ ഉണ്ടായേക്കാം. അങ്ങനെ പല കാര്യങ്ങളും പെട്ടുപോയി കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം റിട്ടയർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു കത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കൊരു കുടുംബജീവിതം വേണമെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ട്രിക്കുകൾ എടുക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖമാണ് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ 2-3 മാസം വീട്ടിൽ കഴിയുകയും അതിനിടയ്ക്ക് ഭർത്താവുമായുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾ പുറത്തെങ്ങും പോകാതെ ഒന്നുമില്ല, അതെനിക്ക് 3 മാസം റെസ്റ്റ് വേണം, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇറങ്ങുന്നുള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് ഭർത്താവായിട്ട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നു, മരുന്നൊക്കെ വേറെയല്ലേ കഴിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പതുക്കെ കുട്ടിയൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഭർത്താവിനോട് പറയാം, ഇതുപോലെ ഇപ്പോൾ 2 മാസമായി ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല, എനിക്ക് കുട്ടിയെ പ്രസവിച്ച് കുടുംബജീവിതത്തിലേക്ക് കടക്കണം എന്നുള്ള രീതിയിൽ ഒരു ട്രിക്ക് എടുത്ത് ഇതിന് സ്വാഭാവികമായിട്ട് ആരുടെയും ഒരു ദേഷ്യമില്ലാതെ ആരുടെയും പ്രശ്നങ്ങളില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അതിന് റെമഡി കണ്ടെത്താം. സൂത്രത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഇത്രയും മതി, സമ്പാദിച്ചത് മതിയെന്ന്. പക്ഷേ പണത്തിൻ്റെ കൊതി ഭർത്താവാണെങ്കിലും ആർക്കാണെങ്കിലും മാറില്ലാത്തത് കൊണ്ട് അതിൽ അവരുടെ ഇഷ്ടം നോക്കി നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്റ്റോപ്പേജ് ഉണ്ടാകാൻ തോന്നുന്നില്ല. അപ്പം എന്തെങ്കിലും ട്രിക്കുകളും സൂത്രങ്ങളും കൊണ്ട് വേണം നിങ്ങൾ വിദഗ്ധമായിട്ട് ആരുടെയും ഒരു ദേഷ്യം വാങ്ങാതെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. കാര്യം നിങ്ങൾ പറയാത്ത പല കാര്യങ്ങളും പലരുടെയും കയ്യിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കാണുമല്ലോ. ഒറ്റയടിക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു ധീരവനിതയാകൂ എന്നുള്ളൊരു സ്ട്രോങ് തീരുമാനം എടുക്കാൻ നിങ്ങളോട് പറയാത്തത് അതുകൊണ്ടാണ്. കാര്യം വേറെ എന്തെങ്കിലും കുരുക്കളും കാണുമല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്ത് നിൽക്കുക.